സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് കേസിൽ രാജ്യാന്തര റാക്കറ്റിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ ആഴ്ച പോലീസ് പിടിയിലായ മുഖ്യകണ്ണി ഹൈദരാബാദ് സ്വദേശി വെല്ലം രാമപ്രസാദ് ഗൊണ്ടയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടത്. കൂടുതൽ ചോദ്യം ചെയ്തതിനായി 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. നവമി, കഴിഞ്ഞ ആഴ്ചയാണ് ഈ കേസിലെ, ഈ അവയവക്കടത്ത് കേസിലെ മുഖ്യകണ്ണിയായ വെല്ലം രാമപ്രസാദ് ഗൊണ്ട പോലീസിന്റെ പിടിയിലാകുന്നത്. ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട്, രാജ്യാന്തര അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എത്ര പേർ പോലീസിന്റെ പിടിയിലായി? ഇനി കൂടുതൽ പ്രധാനികളിലേക്ക് എത്തേണ്ടതുണ്ട്. രാജ്യത്തെ ഈ അവയവക്കടത്ത് റാക്കറ്റിലേക്ക് എത്തേണ്ടതുണ്ട്. അത് ഇയാളെ ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ പോലീസിന്? നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് 3 പേരാണ്. ഒന്നാമത് പ്രതാപ്, മറ്റൊന്ന് നേരത്തെ പിടിയിലായ സാബിത്ത്, സജിത്ത്. ഇങ്ങനെ 3 പേരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. പോലീസ് കേസെടുത്തിരിക്കുന്നത് 4 പേരെ പ്രതികളാക്കിയായിരുന്നു. അതിൽ ഒരാൾ മധു, അയാൾ ഇപ്പോഴും ഇറാനിലാണ്. അയാളെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസ് തയ്യാറെടുത്തു കഴിഞ്ഞു. ഉടൻ തന്നെ മധുവിനെ നാട്ടിലെത്തിക്കുമെന്നാണ് ആലുവ റൂറൽ SP കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവം പോലീസ് പുറത്തുവിടുന്നത്, പുതിയ വിവരം പോലീസ് പുറത്തുവിടുന്നത്, ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഹൈദരാബാദ് സ്വദേശിയായ കൊൽക്കത്ത സ്വദേശിയായ പ്രതാപ്, ഇയാൾ ഒരു ഡോക്ടർ എന്ന വ്യാജേനയാണ് ഇത്തരത്തിൽ അവയവം നൽകുന്ന ആളുകളെ കണ്ടെത്തുന്നത്. ഇവരോട് താൻ ഡോക്ടറാണ്, ഇത്തരത്തിൽ അവയവം നൽകി കഴിഞ്ഞാൽ 6 ലക്ഷം വരെ രൂപ ലഭിക്കുമെന്ന് പറയുന്നു. ഇത് പറഞ്ഞാണ് പലരെയും കബളിപ്പിക്കുന്നത്. അതിനുശേഷം ഈ അവയവം ദാനം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ 6 ലക്ഷം രൂപ കൊടുക്കുന്നില്ല, പകരം തുച്ഛമായ തുകകൾ മാത്രമായിരിക്കും പലപ്പോഴും കൊടുക്കുക. പക്ഷേ ഇതുവരെയും പരാതികളൊന്നും വരാത്തത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ വെല്ലുവിളിയായിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇത്തരത്തിൽ അവയവം കടത്തുന്നത് നിയമവിരുദ്ധമായതിനാൽ കർശനമായ വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ഈ 3 പേരെയും തുടർച്ചയായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് പറയുന്നത്, ഈ അവയവം ദാനം ചെയ്യുന്നവരെ ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കും കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ അവയവം സ്വീകരിക്കാൻ എത്തുന്നവരെ നാട്ടിലേക്കും എത്തിക്കുന്നു, അതായത് ഇന്ത്യയിലേക്കും എത്തിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി ഇവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസിന് ലഭ്യമായി. അതായത് സർക്കാർ പട്ടികയിൽ 2252 പേർ വർഷങ്ങളായി കാത്തിരിക്കുമ്പോഴാണ് പിൻവാതിൽ വഴി വിദേശികളെ ഇന്ത്യയിൽ എത്തിച്ച് അവർക്ക് അവയവം നൽകുന്നത്. ഇത് വലിയ ഒരു വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഒരു ദിവസം 17 പേരാണ് അവയവം ലഭിക്കാതെ മരിക്കുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ റാക്കറ്റുകൾ ഈ അവയവം ദാനം ചെയ്യുന്നവരെ കണ്ടെത്തി അവർക്ക് പൈസ കൊടുത്ത് ഇത്തരത്തിൽ വിദേശത്തേക്ക് അവയവം കടത്തുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. പക്ഷെ നവമി, ഈ സാബിത്തും സംഘവും അവയവക്കടത്തിനായി വിദേശത്തേക്ക് കൊണ്ടുപോയവരെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഈ പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിക്കാത്തത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതോടൊപ്പം ഈ ഇറാനിലേക്ക് കൊണ്ടുപോയവരെ തിരികെ എത്തിയിട്ടില്ല എന്ന് പറയുന്നു ചിലർ. അങ്ങനെ യാതൊരു രീതിയിലുള്ള അന്വേഷണ പുരോഗതിയും മറ്റ് തലങ്ങളിൽ പോലീസിന് ലഭിക്കാത്തത് വലിയൊരു തിരിച്ചടി തന്നെയല്ലേ? ഇതുവരെയും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാതി പോലും, ഈ കേസ് അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലും പോലീസിന് ലഭിക്കാത്തത്? പോലീസ് ആദ്യമേ പറയുന്നത് 20 പേരാണ്, ഇന്ത്യയിൽ നിന്നും 20 പേരെയാണ് അവയവക്കടത്തിന് ഇറാനിലേക്ക് കൊണ്ടുപോയത്. അതിൽ ഒരു മലയാളി മാത്രമാണുള്ളത്. പാലക്കാട് സ്വദേശി ഷമീർ ഇപ്പോൾ കോയമ്പത്തൂരിൽ ആണ് താമസിക്കുന്നത്. ഷമീർ എവിടെയാണെന്നുള്ള വിവരമൊക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി 20 പേരെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കാർക്കും പരാതിയില്ല. ഇപ്പോഴും പലരുമായി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്കാർക്കും പരാതിയില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പരാതി കൊടുക്കാത്തതെന്ന് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നില്ല. ഇവർ ആവശ്യപ്പെടുന്ന കാശ് കൊടുത്തത് കൊണ്ടായിരിക്കും
ഇവർ പരാതിപ്പെടാത്തത്, അതോ ഇവരും ഇതിലെ ഒരു ഭാഗമാകാൻ പിന്നീട് ഇവർക്കെതിരെ കേസ് വരോ കൂടുതൽ കുരുക്കിലേക്ക് അവരുടെ പോകുമോ എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും ഇവർ പോലീസിന് പരാതി നൽകാത്തത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. എങ്കിൽ പോലും കൂടുതൽ പരാതിക്കാരെ ഇതിലേക്കുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരെ 3 പേരെയും ഇപ്പോൾ പിടിയിലായ 3 പേരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിൽ നിന്നും കൂടുതൽ ആളുകളിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ അതായത് ഈ റാക്കറ്റിന്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിനും ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് സുപ്രധാന പങ്കുണ്ടെന്ന് കൂടി അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷെ അത് ഏത് ഹോസ്പിറ്റലാണെന്ന് ഉള്ള പേര് വെളിപ്പെടുത്താൻ ഇപ്പോഴും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചതിന് ശേഷം, ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ വിവരങ്ങൾ കൂടി പുറത്തുവിടുക എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൈദരാബാദ്, കൊൽക്കത്ത, ഡൽഹി ഈ 3 ഇടങ്ങളിലെയും പല ഹോസ്പിറ്റലുകൾക്കും ഇത്തരത്തിൽ അവയവ കച്ചവടവുമായി സുപ്രധാന പങ്കുണ്ട്. അവരെ കൂടി ലൊക്കേറ്റ് ചെയ്ത് നിർണായകമായ വിവരങ്ങളാണ് രാജ്യാന്തര അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. സംസ്ഥാനത്തൊരു ആശുപത്രിക്കും ഇതിൽ പങ്കുണ്ട്, അതിനെക്കുറിച്ചും അന്വേഷിക്കുകയാണ്. ഇതോടൊപ്പം ഈ കേസിൽ കഴിഞ്ഞ ആഴ്ച പിടിയിലായ മുഖ്യ കണ്ണിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്.